തിരുമേനി, എൻ്റെ പിതാവ് മരണപ്പെട്ടുപോയി. അമ്മയാണ് എന്നെ വളർത്തിക്കൊണ്ടുവന്നത്. എൻ്റെ കല്യാണമായിരിക്കുകയാണ്. അപ്പോൾ കല്യാണ മണ്ഡപത്തിൽ വെച്ച് അമ്മ എന്നെ അനുഗ്രഹിക്കും. ഇത് തെറ്റാണ് എന്നാണ് എൻ്റെ ഭർത്താവാകാൻ പോകുന്ന ആളിൻ്റെ അമ്മ പറയുന്നത്. വിധവയായിട്ടുള്ള ഒരാൾ മകളെ അനുഗ്രഹിച്ച് വിട്ടുകഴിഞ്ഞാൽ തൻ്റെ മകന് ദോഷം വരും, അതുകൊണ്ട് എന്നെ അനുഗ്രഹിക്കരുത് എന്ന് പറയുന്നു. ഇതിൽ വല്ല കാര്യവുമുണ്ടോ? ഇന്നേ കാലത്തും ഇങ്ങനെ സങ്കല്പിക്കുന്ന ആൾക്കാരുണ്ടല്ലോ എന്നുള്ള ആലോചിക്കുമ്പോഴാണ് എനിക്ക് വല്ലായ്മ തോന്നുന്നത്. ഒരാളുടെ ഭർത്താവ് മരണപ്പെട്ടു പോയി, കഷ്ടപ്പെട്ട് മകളെ വളർത്തിക്കൊണ്ടുവന്നു, കല്യാണ മണ്ഡപത്തിൽ വെച്ച് അവർക്കൊരു അനുഗ്രഹം കൊടുക്കാൻ, മകൾക്കൊരു അനുഗ്രഹം കൊടുത്ത് ഒരു വരനോടൊപ്പം കൈപിടിച്ച് വിടാൻ ആ അമ്മയ്ക്ക് അവസരം പോലും ഈ അമ്മായിയമ്മ എന്ന് പറയുന്ന അന്ധവിശ്വാസിയായിട്ടുള്ള സ്ത്രീ നിഷേധിക്കുന്നതിൽ വളരെ സങ്കടമുണ്ട്. ഇതൊന്നും ഒരു വിശ്വാസമേ അല്ല. ഈ പെൺകുട്ടിയെ അമ്മായിയമ്മയുടെ മുന്നിൽ എത്രമാത്രം സുരക്ഷിതയാണെന്നുള്ള കാര്യം കൂടി ഞാനിവിടെ ചിന്തിക്കുകയാണ്. എന്തൊക്കെയോ മൂഢവിശ്വാസങ്ങൾ പേറുന്ന ഒരു സ്ത്രീ ആയിരിക്കണം അവർ. അതുകൊണ്ട് തന്നെ ഈ കല്യാണ കാര്യങ്ങളിൽ മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കഴിയില്ല. അമ്മ അനുഗ്രഹിക്കേണ്ട സ്ഥാനത്ത് അമ്മ അനുഗ്രഹിക്കും. വിധവയായ സ്ത്രീ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞിട്ട് യാതൊരു ദോഷവും ഇല്ല. അവരുടെ ഭർത്താവ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം എന്ന് വിചാരിച്ച് വിധവയായിട്ടുള്ള ഒരു സ്ത്രീ, ഭർത്താവില്ലാത്തൊരു സ്ത്രീ അനുഗ്രഹിച്ചു എന്ന് കഴിഞ്ഞാൽ ഒരാൾക്ക് ഭാര്യ നഷ്ടപ്പെട്ടു പോകുന്നോ ഭർത്താവിനെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരിടത്തും പറഞ്ഞിട്ടില്ല. അങ്ങനൊരു തെറ്റായ ധാരണ വച്ച് പുലർത്തേണ്ടതുമില്ല. ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കരുത്. കൃത്യമായ രീതിയിൽ അവർക്ക് ആ അമ്മായിയമ്മയ്ക്ക് അമ്മ തന്നെ മറുപടി കൊടുക്കണം. അല്ലാതെ ഇവിടെയൊക്കെ തലകുനിച്ച് നിന്നാൽ ഈ പെൺകുട്ടിയുടെ ഭാവി തന്നെ ശോഭനമല്ലായതായി തീരും. ഈ വീഡിയോ ഞാൻ പരമപ്രധാനമായിട്ട് പരിഗണിച്ചത് തന്നെ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇത്തരം അന്ധവിശ്വാസപരമായിട്ട് ചിന്തിക്കുന്നവരിൽ നിന്ന് മാറി നിൽക്കുകയാണ് വേണ്ടത്.